അടുത്ത് പഠിക്കാനുള്ളത് നോൺ ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ ആണ്. നോൺ ഓസ്മോട്ടിക് ആക്റ്റീവ് അബ്സോർപ്ഷൻ ഈസ് ദ എനർജി ഡിപ്പെൻഡൻറ്റ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഓസ്മോട്ടിക് തിയറി പ്രകാരം എന്തായിരുന്നു, അവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ട്. അതുപ്രകാരമാണ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നതും റൂട്ടിലുള്ള സെല്ലുകളിൽ വാട്ടർ മൂവ് ചെയ്യുന്നതും. പക്ഷേ ഈ തിയറി പ്രകാരം എനർജി ഡിപ്പെൻഡൻ്റ് ആണ്. ലോ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിലോട്ടേക്കാണ് വാട്ടർ മൂവ് ചെയ്യുന്നത് ബൈ യൂട്ടിലൈസിങ് എനർജി അല്ലെങ്കിൽ ATP. ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ക്യാൻ ഒക്കർ ഈവൻ വെൻ ദ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സെൽ സാപ്പ് കോൺസെൻട്രേഷൻ ഓഫ് ദി റൂട്ട് ഹെയർസ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് സോയിൽ വാട്ടർ. സപ്പോസ് സോയിലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറവാണ് അല്ലെങ്കിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുതലാണ്, പ്ലാന്റിൽ അല്ലെങ്കിൽ റൂട്ട് ഹെയേഴ്സിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറവാണ്, അതായത് വാട്ടർ കണ്ടൻറ്റ് കൂടുതൽ ഉള്ളെങ്കിൽ പോലും റൂട്ടിന് സോയിലിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ തിയറി പറയുന്നത്. നോർമലി അണ്ടർ സച്ച് സർക്കംസ്റ്റാൻസസ് വാട്ടർ മോളിക്യൂൾസ് ആർ ലൈക്ലി ടു ഡിഫ്യൂസ് ഔട്ട് ഫ്രം റൂട്ട് ഹെയർ ഇൻ ടു എക്സ്റ്റേണൽ സൊല്യൂഷൻ. ശരിക്കും എന്താ വേണ്ടത്, റൂട്ടിൽ ഇങ്ങനെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവും ദെൻ സോയിലിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലുമാണെങ്കിൽ നമ്മളുടെ റൂട്ടിലുള്ള വെള്ളം സോയിലിലോട്ടേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്, എക്സോസ്മോസിസ് നടക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. പക്ഷേ ഇതിന് പകരം എൻഡോസ്മോസിസ് അല്ലെങ്കിൽ റൂട്ട് വാട്ടർ അബ്സോർബ് ചെയ്യുമെന്നാണ് പറയുന്നത് എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ബൈ യൂട്ടിലൈസിങ് മെറ്റബോളിക് എനർജി. Water absorption against concentration gradient requires extra energy. Evidences support that the energy required for active absorption of water is supplied by cellular respiration. Cellular respiration എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്ലൈക്കോളിസിസ് നടക്കും, ദെൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നുണ്ട്, അങ്ങനെ ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ മൈറ്റോകോൺട്രിയയിൽ ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആ ATP യൂസ് ചെയ്തിട്ട് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്ലാന്റ് വാട്ടർ അബ്സോർബ് ചെയ്യുമെന്നാണ് ഈ തിയറി പറയുന്നത്. ഇനി ചില ഫാക്ടേഴ്സ് ഈ ഒരു അബ്സോർപ്ഷന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുണ്ട്. ഈ ഒരു ആക്റ്റീവ് അബ്സോർപ്ഷനെ കുറയ്ക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഒന്ന് ലോ ടെമ്പറേച്ചർ, ദെൻ ലോ ഓക്സിജൻ ലെവൽ ആൻഡ് ദി പ്രസൻസ് ഓഫ് റെസ്പിറേറ്ററി ഇൻഹിബിറ്റേഴ്സ്. അതായത് റെസ്പിറേറ്ററി ഇൻഹിബിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ATP പ്രൊഡക്ഷൻ നടക്കില്ല. ഈ ATP ഇല്ലെങ്കിൽ എന്താണ്, പ്ലാന്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല ആക്റ്റീവായിട്ട്. സോ ഇതെല്ലാം തന്നെ ആക്റ്റീവ് അബ്സോർപ്ഷനെ റേറ്റിനെ ലോ ചെയ്യിക്കുന്ന ഫാക്ടേഴ്സാണ്. ദെൻ ഓക്സിൻ accelerate respiration and thus promote active water absorption. ഓക്കെ, ഓക്സിൻ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഹോർമോണാണ്. അവർ ആക്റ്റീവായിട്ട് അബ്സോർബ് ചെയ്യുന്നതിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടറാണ്. ദെൻ ഇവിടെ ആക്റ്റീവ് ആൻഡ് പാസീവ് അബ്സോർപ്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എന്താ പറയുന്നത്, ആക്റ്റീവ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് മെയിൻലി an activity of root and root hairs, but passive absorption is mainly an activity of shoot and leaves. Water is absorbed by osmotic and non-osmotic mechanism. Active absorptionൽ, പാസീവ് അബ്സോർപ്ഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദി, നമ്മൾ രണ്ട് തിയറീസ് പഠിച്ചു ആക്റ്റീവ് അബ്സോർപ്ഷനിൽ. ഒന്ന് ഓസ്മോട്ടിക് തിയറിയും പിന്നെ നോൺ ഓസ്മോട്ടിക് തിയറിയും. അതാണ് അവിടെ പറഞ്ഞത്. പാസീവ് അബ്സോർപ്ഷൻ്റെ കേസിലോ നമ്മൾ പറഞ്ഞു ഒരു ട്രാൻസ്പിറേഷണൽ പുള്ള് ക്രിയേറ്റ് ആകുന്നുണ്ട്, അതിൻ്റെ ബേസിസിലാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ ആണ് water conduction is through symplast route. Water first enters into the cell sap and then passes from one cell to another cell through symplast. നമ്മൾ പറഞ്ഞു ഓരോ പ്ലാസ്മോഡെസ്മാറ്റയിൽ കൂടി അല്ലെങ്കിൽ സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസം ക്രോസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് സിംപ്ലാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ആക്റ്റീവ് അബ്സോർപ്ഷൻ്റെ കേസിൽ സിംപ്ലാസ്റ്റിക് മൂവ്മെൻറ്റാണ്. നമ്മൾ പറഞ്ഞു ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലോട്ടേക്ക് ഇങ്ങനെ ഈ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൽ വാട്ടർ മൂവ് ചെയ്യുകയാണെന്ന്.
പാസീവ് അബ്സോർപ്ഷൻ വാട്ടർ കണ്ടക്ഷൻ ഈസ് മോസ്റ്റ്ലി ത്രൂ ആപ്പോപ്ലാസ്റ്റിക് റൂട്ട്, അതായത് സെൽ വാൾ ടു സെൽ വാൾ ആയിട്ടാണ് വാട്ടർ മൂവ് ചെയ്യുക. വിച്ച് കൺസിസ്റ്റ് ഓഫ് സെൽ വാൾ ആൻഡ് ഇൻ്റർസെല്ലുലാർ സ്പേസസ്. വാട്ടർ ക്യാൻ റീച്ചസ് ദി എൻഡോഡെർമിസ് ത്രൂ ആപ്പോപ്ലാസ്മിക് റൂട്ട്, ബട്ട് ഇറ്റ് മൂവ് അക്രോസ് ദി എൻഡോഡെർമിസ് ത്രൂ സിംപ്ലാസ്റ്റിക് ഡ്യൂ ടു ദി ഹൈഡ്രോഫോബിക് നേച്ചർ ഓഫ് കാസ്പേരിയൻ സ്ട്രിപ്സ്. ഓക്കെ, പാസീവ് അബ്സോർപ്ഷൻ്റെ കേസിൽ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലോട്ടേക്ക് വാട്ടർ മൂവ് ചെയ്യുന്നത് ത്രൂ സെൽ വാൾ ആൻഡ് ഇൻ്റർസെല്ലുലാർ സ്പേസസ് ആണ്. അപ് ടു എവിടെ വരെ? റൂട്ട് ഹെയർസിൽ നിന്ന് എപ്പിഡെർമിസ്, കോർട്ടെക്സിൽ നിന്ന് എൻഡോഡെർമിസ് വരെ ഇങ്ങനെ ആപ്പോപ്ലാസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. എൻഡോഡെർമിസിൻ്റെ സെൽ വാളിൽ സുബേറിയൻ ഡെപ്പോസിഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ കാസ്പേരിയൻ സ്ട്രിപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സെൽ വാളിൻ്റെ ഉള്ളിൽ കൂടി എൻട്രി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻഡോഡെർമിസ് മുതൽ എന്തുണ്ടാവും? അവർ സിംപ്ലാസ്റ്റിക് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് ഡ്യൂ ടു ദി ഹൈഡ്രോഫോബിക് നേച്ചർ ഓഫ് കാസ്പേരിയൻ സ്ട്രിപ്സ്. ഓക്കെ അല്ലേ? ഇനി ആക്റ്റീവ് അബ്സോർപ്ഷൻ്റെ കേസിൽ ഇറ്റ് ഇൻവോൾവ്സ് ദി സെൽ ടു സെൽ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ത്രൂ പ്ലാസ്മോഡെസ്മേറ്റ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മോഡെസ്മേറ്റ സെർവ് ആസ് ദി ചാനൽ ഫോർ ദിസ് ഫ്ലോ. നമ്മൾ പറഞ്ഞു രണ്ട് സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുലാർ കണക്ഷനാണ് പ്ലാസ്മോഡെസ്മേറ്റ. അവരുടെ പ്രോട്ടോപ്ലാസം തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. സോ ഈ പ്ലാസ്മോഡെസ്മേറ്റ വഴിയാണ് അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസത്തിൽ കൂടി എൻട്രി ചെയ്തിട്ടാണ് വാട്ടർ മൂവ് ചെയ്യുന്നത്. പാസീവ് അബ്സോർപ്ഷൻ്റെ കേസിലോ നമ്മൾ പറഞ്ഞു ആപ്പോപ്ലാസ്റ്റിക് മൂവ്മെൻ്റ് ആണെന്ന്. അതായത് സെൽ വാൾ ടു സെൽ വാളാണ് മൂവ് ചെയ്യുന്നത്. അവരുടെ പ്രോട്ടോപ്ലാസത്തിലോട്ടേക്ക് ഈ വാട്ടർ മൂവ് ചെയ്യുന്നില്ല. സെൽ ടു സെൽ വാൾ മൂവ്മെൻ്റ് ആണ്. വാട്ടർ ആൻഡ് ഇൻ്റർസെല്ലുലാർ സ്പേസസ്, സെല്ലിൻ്റെ ഇടയിലുള്ള സ്പേസസിൽ കൂടിയൊക്കെയാണ് വാട്ടർ മൂവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ.